എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 17 തീയതി വ്യാഴാഴ്ച. ഇന്ന് നമ്മുടെ പുതുവർഷ ആരംഭമാണ്. ഇന്ന് 1/1/2026. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഈ വർഷം മുഴുവനും വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 2026 പല പല പ്രതീക്ഷകളും കൊണ്ടുവരുന്ന ഒരു വർഷമായിട്ടാണ് സംഖ്യാശാസ്ത്രം ഗണിച്ചിരിക്കുന്നത്. പല നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഇതിൽ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെ അനുകൂലമായ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിൽ പൂർത്തീകരിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു വളരെ അനുകൂലമായ പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. ഉല്ലാസയാത്രയ്ക്ക് പോകുവാനോ ആഹ്ലാദകരമായ നിമിഷങ്ങൾ പങ്കിടാനോ കുടുംബാംഗങ്ങളുടെ അഭിവൃദ്ധി കണ്ട് സന്തോഷിക്കുവാനോ കുടുംബാംഗങ്ങളിലുള്ള ചില ആളുകളുടെ ചില നല്ല കാര്യങ്ങൾ, വിവാഹ നിശ്ചയം, ബർത്ത്ഡേ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കുള്ള ഏതെങ്കിലും പ്രാരംഭം കുറിക്കുന്ന ചടങ്ങുകൾക്ക് പങ്കെടുക്കാനുമൊക്കെ സാധ്യത കാണുന്നു. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. ചിലവ് കൂടിയ ദിവസമായിരിക്കും. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാത്തതിൽ ചില വൈഷമ്യങ്ങൾ ഉച്ചയോടുകൂടി വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിലിൽ പ്രതീക്ഷിച്ചത്ര ഉയർച്ച ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കില്ല. സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൂടെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം തിരിച്ചടി ലഭിക്കുന്ന ദിവസമായിരിക്കും. നിരാശപ്പെടേണ്ടതില്ല. നാളെ പരിഹാരം ലഭിക്കുന്നതാണ്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല അനുഭവങ്ങൾ കൈവരുന്നത് ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനും അല്ലെങ്കിൽ തുടർന്ന് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കെട്ടിടം വച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതിന് പുതിയ രീതിയിലൊരു നല്ല മാറ്റം വരുന്നതാണ്. നഷ്ടങ്ങൾ പരിഹരിക്കും വിധം ചില കോൺട്രാക്റ്റുകൾ ഒപ്പിടാനും സാധ്യത കാണുന്നുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കുമൊക്കെ ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും. അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്. പുസ്തകം എഴുതാൻ ആരംഭിക്കുന്ന ആളുകൾക്ക് ഇന്ന് ഏറ്റവും നല്ല ദിവസമായിരിക്കും. എഴുത്തുകാർക്ക് ഉയർച്ച ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തുടക്കം കുറിക്കാൻ ഇന്ന് സാധിക്കുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ തക്കതായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നേക്കാം. അവരുടെ പഠനത്തിനോ അല്ലെങ്കിൽ ഉദ്യോഗത്തിനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ഇന്ന് ക്ഷേത്ര ദർശനത്തിന് പോകാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ്. ഇന്ന് പ്രദോഷമാണ്. എല്ലാവരും ശിവഭക്തരായ ആളുകളും അല്ലാത്തവരുമൊക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ നല്ലൊരു ദിവസമായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് മിഥുനക്കൂറുകാർ തീർച്ചയായും ഇന്ന് പ്രദോഷം തൊഴാനായിട്ട് പോകേണ്ട ഒരു ദിവസമാണ്. അവർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യത കാണുന്നു. ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ വരാൻ സാധ്യത കാണുന്നു. ശ്രദ്ധക്കുറവ് മൂലം അല്ലെങ്കിൽ അശ്രദ്ധ മൂലം ചില താക്കീതുകൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു. പ്രമോഷന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. മേലധികാരികളിൽ നിന്ന് ശാസന ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ തക്കതായ ചില വിജയങ്ങളോ അല്ലെങ്കിൽ ഉദ്യോഗലബ്ധിയോ ഒക്കെ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കണ്ട് മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ആരംഭിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. കായികമായി ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം
ചില മുറിവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് വീട്ടമ്മമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണെങ്കിൽ തന്നെയും ഗുണാധിക്യമാണ് കാണുന്നത്. കച്ചവടക്കാർക്ക് ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. മാതാപിതാക്കളുടെ സന്തോഷം കണ്ട് സമാധാനത്തിന് വഴിയൊരുക്കുന്ന ദിവസമാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മെച്ചപ്പെട്ട മാറ്റവും നമുക്ക് അനുകൂലമായി തന്നെയാണ് കാണുക. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന അനുകൂലമായ മാറ്റം കൊണ്ട് നമുക്ക് യാത്രകൾക്ക് പുറപ്പെടാനുള്ള സാഹചര്യം തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ഉന്നമനത്തിനോ വിദേശ യാത്രയ്ക്കോ ഒക്കെ ഒരുങ്ങുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങളിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ദിവസമാണ്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ദൂരെ ഇരിക്കുന്ന ബന്ധുക്കളെയോ ഏറ്റവും അടുത്ത ആൾക്കാരെയോ ഒക്കെ കണ്ടുമുട്ടുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ്. ഉറ്റവരെ കണ്ടുമുട്ടുന്നതിനോ ബന്ധുമിത്രാദികളുമായി സഹകരിച്ച് നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനോ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്നതിനോ ചർച്ചയ്ക്കോ ഒക്കെ അനുകൂലമായ ദിവസമാണ്. സ്വന്തമായി വിവാഹം അന്വേഷിക്കുന്നവർക്കും തീർച്ചയായും അനുകൂലമായ വരനെയോ വധുവിനെയോ കണ്ടെത്തുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് മ്യൂസിക് സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ നല്ല അനുകൂലമായ ആനുകൂല്യങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ലഭിക്കുകയും മനസ്സന്തോഷമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ചില ക്ലേശങ്ങൾ മാറിക്കിട്ടുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമാണ്. പകൽ എങ്കിൽ വൈകുന്നേരത്തോടുകൂടി ചില വേർപാടുകളോ വിഷമതകളോ മനപ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കമിതാക്കൾക്ക് ഇന്ന് ചില ആഘാതങ്ങൾ, മാനസികാഘാതങ്ങൾ ഏൽക്കുന്ന ദിവസമാണ്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. പങ്കാളിയിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കേണ്ടതുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ നിയമപാലകർക്ക്, കൊണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കേസ്, വഴക്ക് ഇതിലൊക്കെ ഇടപെടുന്ന ആളുകൾക്ക് ഇന്ന് അനുകൂലമായ തീരുമാനങ്ങൾ കൈവരുന്ന ദിവസമാണ്. ശത്രുക്കളെന്ന് കരുതുന്ന ചില വ്യക്തികളുടെ വ്യക്തമായ വിപരീതമായ ഇടപാടുകൾ മൂലം മാനസിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹകാര്യങ്ങൾക്ക് മുൻപോട്ടിറങ്ങിയിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കച്ചവടക്കാർക്ക് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന് നിക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ പണമിടപാടുകൾ നടത്തുന്നവർക്കൊക്കെ വളരെ മോശപ്പെട്ട ദിവസമായിരിക്കും. സ്വകാര്യ ബാങ്കുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി കാണുന്നു. അതേപോലെ സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക്, സന്താനങ്ങളുടെ തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സന്ദേശം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമായൊരു ഘടകമാണ് ജീവിതത്തിൽ. എല്ലാ ദുരിതങ്ങളെയും പരിഹരിക്കാൻ ഈശ്വര പ്രാർത്ഥനയാണ് നമുക്ക് ആകെയുള്ള വഴി. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കുവാനും അതേപോലെ സാലറിയിൽ ഹൈക്ക് കിട്ടുവാനും അല്ലെങ്കിൽ ശമ്പള വർധന ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. മാതാപിതാക്കളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളും വഴക്കുകളുമൊക്കെ
പരിഹരിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. നിക്ഷേപങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്ദേശിച്ച രീതിയിൽ പല കാര്യങ്ങളും മുൻപോട്ട് പോകുന്നതായി കാണുന്നു. അടുത്തായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആഹ്ലാദം പകരുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളുമായി കണ്ടുമുട്ടാനും അവരുമായി സമയം ചിലവഴിക്കാനും ശാരീരികമായും മാനസികമായും സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ അകലുന്നതായി കാണുന്നു. അതേപോലെ വിദഗ്ധ ചികിത്സ നേടുന്നവർക്ക് ഉചിതമായ ചികിത്സാ രീതി ലഭിക്കുകയും സന്തോഷപ്രദമായ അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. സമ്പാദ്യത്തിന് ഒരുങ്ങുന്നവർക്ക് ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നത് കണ്ട് സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ചില വാക്കുകളുടെ പിഴവ് മൂലം, ചില അനാവശ്യമായ ഇടപെടൽ മൂലം മനക്ലേശമുണ്ടാകുവാനും സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ചിലർക്ക് ചില അസുഖങ്ങൾ വർദ്ധിക്കുവാനും മാതാപിതാക്കളെക്കുറിച്ച് ഓർത്ത് മനക്ലേശം അനുഭവിക്കാനുമൊക്കെ സന്ധ്യയോടുകൂടി ഒരു ദുർനിമിത്തം കാണുന്നു. ഈശ്വര പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്യോഗത്തിനായി ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗലബ്ധിക്ക് സാധ്യതയുണ്ട്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സാ രീതികൾ തേടാനുള്ള ഒരു അവസരം വന്നു ചേരുന്നതാണ്. ചില നല്ല ആൾക്കാരുടെ ഇടപെടൽ മൂലം പല മുടങ്ങിക്കിടന്ന കാര്യങ്ങളും സാധിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. റവന്യൂ സംബന്ധമായ കാര്യങ്ങളിൽ കേസ്, വഴക്ക് ഒക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, വൈദിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ദന്തരോഗത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായും അതിന് ഉതകുന്നതായ ചികിത്സാ രീതി സ്വീകരിക്കേണ്ടതാണ്. ജലദോഷം, പകർച്ചവ്യാധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതൊഴിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ അനായാസേന നടന്നു പോകുന്നതാണ്. ഉചിതമായ ചികിത്സാ രീതി കണ്ടെത്തുക. ഈശ്വരാധീനമുണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പുതിയ പ്രതീക്ഷകൾ വന്നു ചേരുന്ന ദിവസമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. പുതിയ പഠനത്തിന് ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാൻ നല്ല ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് ദുരിതം അനുഭവിക്കുന്നവർക്ക്, സന്താന ലബ്ധിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രതീക്ഷ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ധാരാളം നല്ല ആൾക്കാരുടെ സഹകരണം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ബന്ധത്തിൽപ്പെട്ട ചിലരുടെ വേർപാട് മൂലം ചില മനക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥ വരാൻ സാധ്യത ഉള്ളതിനാൽ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഉദരസംബന്ധമായ രോഗത്തിന് സാധ്യതയുള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണമെല്ലാം ഒഴിവാക്കുക. ദുശീലങ്ങളുള്ളവർ തീർച്ചയായും അത് മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും ഇന്ന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. കൂടാതെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ജോലിസ്ഥലത്ത് അമിതമായ ജോലിഭാരം കണ്ട് മനസ്സിനും ശരീരത്തിനുമൊക്കെ ക്ലേശമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നേടിയതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുള്ളതുകൊണ്ട് മനസമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. പങ്കാളിയുടെ ചില ശാരീരിക ക്ലേശങ്ങളൊക്കെ അലട്ടാൻ സാധ്യതയുണ്ട്. ജന്മശനിക്കാലമായതുകൊണ്ട് തീർച്ചയായും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ശാസ്താക്ഷേത്ര ദർശനം, ശനൈശ്ചര പൂജ, ശനൈശ്ചര അഷ്ടോത്തരി ഒക്കെ നമുക്ക് വളരെയധികം
പ്രയോജനം തരുന്നതാണ്. അവരവരുടെ ആചാരപ്രകാരം ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. എഴുത്തുകാർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കുമെന്ന്, എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കായികമായി ജോലി ചെയ്യുന്നവർക്ക് അത്ര തന്നെ ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കുകയില്ല എന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ.